പറ്റി? പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ വന്നു. എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ട് ഡോക്ടറിനെ കാണാൻ വന്നതാണോ, അതോ ഡോക്ടറിനെ കണ്ട ശേഷം അസുഖം ആയതാണോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ലക്ഷണവശാൽ ഡോക്ടറെ കണ്ട ശേഷം നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ ഇറങ്ങിയതാണോ മോള്? അതിനി കൺഫേം ചെയ്യാൻ ഒന്നുമില്ല ശിവാനി. എനിക്ക് ഉറപ്പാണ് നീ പ്രഗ്നന്റ് അല്ല. ഓഹോ, അങ്ങനെയാണോ? എന്റെ വയറ്റിൽ 2 കുട്ടികൾ വളരുന്നുണ്ടെന്ന് ഇന്ദുലേഖ ഡോക്ടർ കൃത്യമായി വ്യക്തമായി വടിവത്ത ഭാഷയിൽ മോളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എടി മോളെ, നീ ഇവിടെ ഡോക്ടറിനെ കാണാനായിട്ട് എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. വലിയ CBI ഓഫീസറെ പോലെ എന്റെ മുറിയിൽ റെയ്ഡ് നടത്തിയതേ ഞാൻ കണ്ടില്ലെന്ന് നീ വിചാരിച്ചോ? ഞാനത് കണ്ടു. ഒരു കാര്യമില്ലാതെ ആ നിർമ്മല എന്നെ പിടിച്ചിരുത്തി ഗംഭീര സ്നേഹപ്രകടനം കാണിച്ച് നഖം വെട്ടാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് സംശയമായിരുന്നു. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. നീ എന്നെക്കുറിച്ച് എന്താടി വിചാരിച്ചേ? റെയ്ഡ് കഴിഞ്ഞ ഉടനെ ഒരുങ്ങിക്കെട്ടി നീ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഊഹിച്ചു ആ വരവ് ഇവിടേക്കായിരിക്കുന്നു. പക്ഷേ അത് ഉറപ്പിക്കുന്നതിന് മുന്നേ നീ ഡോക്ടറുടെ ക്യാബിനിൽ എത്തിക്കഴിഞ്ഞു. അവിടെയാ എനിക്ക് ചെറിയൊരു പെശക പറ്റിയത്. സത്യം എന്താണെന്ന് ഇന്ദുലേഖ ഡോക്ടർ ആദ്യമേ സമ്മതിച്ചതാ. തൊട്ടടുത്ത നിമിഷം അവരത് മാറ്റി പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. നിധി വന്ന് എത്ര ചോദിച്ചാലും സത്യം പറയരുതെന്ന് നീ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചല്ലേ? ഇന്ദുലേഖ ഡോക്ടർ നിന്നോട് സത്യം തുറന്നു പറഞ്ഞല്ലേ? സത്യം എന്ന് പറഞ്ഞാ എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഞാൻ പ്രഗ്നന്റ് ആണെന്നാണോ അതോ ഇനി അല്ലെന്നാണോ? സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഭയങ്കര സഹതാപം. അല്പസ്വല്പം ബുദ്ധിയും വകതിരിവൊക്കെ ഉണ്ടെന്നാ ഞാൻ കരുതിയത്. ഓരോ ദിവസം കഴിയും തോറും നീ തെളിയിച്ചോണ്ടിരിക്കുക നീ നല്ല ഒന്നാന്തരം മന്ദബുദ്ധിയാണെന്ന്. എടി മോളെ, പ്രഗ്നന്റ് ആണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് കള്ളം പറയോ? പ്രഗ്നന്റ് ആണെങ്കിൽ വയറ് വരില്ലേ? കുഞ്ഞിനെ പ്രസവിക്കണ്ടേ? ഒരുപാടങ്ങ് സ്മാർട്ട് ആവല്ലേ ശിവാനി നീ. ഇനി എത്രയൊക്കെ അഭിനയിച്ചാലും സത്യം സത്യമല്ലാതാവില്ല. നീ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം, അവിടെ ആ ക്യാബിനിലിരിക്കുന്ന ഡോക്ടറിനും അറിയാം. പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ നാടകം എന്തിനു വേണ്ടിയാണെന്ന്. പറ ശിവാനി, എന്താ നിന്റെ ഉദ്ദേശം? ഇല്ലാത്ത കുഞ്ഞുണ്ടെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? നിർത്തടി. നീ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാതിരുന്നാ മാത്രം മതി. ആദ്യം നീ ഗുളിക തന്ന് പ്രഗ്നൻസി ഇല്ലാതാക്കാൻ നോക്കി. ഇപ്പൊ പ്രഗ്നന്റേ അല്ലെന്ന് പറഞ്ഞു വരുത്താൻ നോക്കുന്നു. നിന്റെ ഉദ്ദേശം എന്താ, അത് പറ. ഈ ഗുളിക കഥയൊക്കെ നീ ഇനി വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാ മതി. അത് നീ വിട്ടുപിടി. അല്ല, നീ പ്രഗ്നന്റ് ആണെന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് കഴിക്കാനായി നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ഈ ഇന്ദുലേഖ ഡോക്ടർ തന്ന ടാബ്ലറ്റ്സ് പോലും നീ എന്തിനാ കഴിക്കാതെ ബെഡിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്താടി ആലോചിക്കുന്നേ? നീ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടായിരുന്നെങ്കിൽ, ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ നിനക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നേരം തെറ്റാതെ ആ ഗുളികകൾ നീ കൃത്യമായിട്ട് കഴിച്ചേനെ. നീ പ്രഗ്നന്റ് അല്ല, അതുകൊണ്ട് തന്നെയാണ് നീ ആ ഗുളിക കഴിക്കാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഗുളികളൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇല്ലാതാക്കായിരുന്നല്ലോ. ഈ പറഞ്ഞത് നിനക്ക് വൈകി വന്ന ബുദ്ധിയാ. ഇപ്പൊ നീ അതൊക്കെ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബെഡിനടിയിൽ ഇപ്പൊ ഗുളികകളൊന്നും കാണുന്നില്ല എന്നുള്ളത് തന്നെ. എന്താ, ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണോ നീ കരുതിയത്? എന്റെ ശരീരം, എന്റെ കുഞ്ഞ്, ഞാൻ വാങ്ങിയ ഗുളിക. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരടുത്ത് ചോദിക്കാൻ?
ഇപ്പൊ പറഞ്ഞ ഇതേ ഡയലോഗ് നിനക്ക് വന്ന് പ്രണവിനോട് പറയാൻ പറ്റുമോ ശിവാനി? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ ഗുളിക കഴിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രണവിനോടും പറയാം. അപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. അതെ, ഇനി ഒരു 8 മാസം കൂടി കാത്തിരുന്നാ മതി. അപ്പോഴേക്കും എല്ലാത്തിനും ഒരു തീരുമാനമാവും. പ്രണവ് ഒരു അച്ഛനാവും, ഞാനൊരു അമ്മയാവും. എന്തിനാ ശിവാനി 8 മാസം കാത്തിരിക്കുന്നത്? ഈ നാട്ടില് വേറെയും ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടല്ലോ. നമുക്ക് അവിടേക്കൊന്ന് പോവാം. പ്രണവിനെയും കൂട്ടാം. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവും. എന്തു പറയുന്നു? എന്താണ് പ്രണവെന്നും സ്കാനെന്നും ഒക്കെ കേട്ടപ്പോ നിനക്കൊരു പേടി? ആഹാ, പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. ആ, എങ്കി പിന്നെ വാ, വീട്ടിൽ ചെന്ന് പ്രണവിനെയും കൂട്ടി നമുക്ക് വേറൊരു ആശുപത്രി പോവാം. വാ. നിന്റെ സംശയങ്ങൾ തീർക്കാനായിട്ടെ സ്കാൻ ചെയ്യാൻ നടക്കണമെന്നോ അല്ല എന്റെ പണി. ഒരു പ്രഗ്നന്റ് ആയ പെണ്ണിനെ ആ പ്രഗ്നൻസിയുടെ പേരിൽ സംശയിക്കുന്നത് കൊണ്ടാ നിനക്ക് കുഞ്ഞുണ്ടാവാനുള്ള ഭാഗ്യം ദൈവം തരാത്തത്. എന്റെ വയറ്റിലെ ഇരട്ട കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം നൽകുകയും ചെയ്യും. പക്ഷേ ഇപ്പൊ ഈ സംശയ രോഗമായിട്ട് എന്റെ പുറകെ കൂടിയിരിക്കുന്നതിനുള്ള പണി അത് ഞാൻ നിനക്ക് തന്നിരിക്കും. കാത്തിരുന്നു നീ.